തെക്കു ഭാഗത്തുണ്ട് ഒരു മൗലവി, അയാൾ അതിനെ ന്യായീകരിക്കാണ്. അത് കേട്ടോ നിങ്ങൾ. വരുന്നൊരു മൗലവി ഉണ്ട്, വല്ലാത്തൊരു ധൈര്യമാണ്, തൊലിക്കട്ടിയാണ് അയാൾക്ക്. അയാളുടെ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ ഒരു ചാണ് വലിപ്പുള്ള ഒരു ആണിയൊക്കെ തടിച്ചാലും അടിച്ചാലും അയാളെ ഇറച്ചിമക്ക് തട്ടൂല, അത്രക്ക് വലിയ ശക്തിയാണ്. ആ മനുഷ്യൻ അതിന് മറുപടി പറയുന്നത് എന്താണെന്ന് അറിയോ? അയാൾ പറയാണ്, ഇപ്പൊ എല്ലാ സുന്നികളും പറയുന്നത് ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചു എന്ത് 5 ലക്ഷം ആളുകളെ തൗഹീദിന്റെ ആളുകളുള്ളൂ, അല്ലാത്തവരൊക്കെ മുശ്രിക്കുകളാണ് എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ മുജാഹിദ് ബാലുശ്ശേരി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എങ്ങനെയുണ്ട് ഇതിന്? അതായത് ഞാൻ പറഞ്ഞത്, ചില്ലറ തൊലിക്കട്ടിയൊന്നും ഇവർക്ക് പോരാ. ഇത് പിടിക്കുന്ന ഈ ഉപകരണങ്ങളൊക്കെ ഇക്കാലത്ത് സജീവമായി പ്രചാരത്തിലുള്ള ഈ കാലഘട്ടത്തിലാണ് ഇവർ ഇങ്ങനെ കളവ് പറയുന്നത്. കേട്ടോളൂ നിങ്ങൾ, അയാളെ കളവ് ഞാൻ കേൾപ്പിക്കുന്നു, അതിന്റെ നിഷേധവും കേൾപ്പിച്ചു തരാം. ഒന്ന് കേൾക്ക് നിങ്ങൾ. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിനവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാണ്. ആ വാചകത്തിൽ തന്നില്ല, അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ടാ ക്ലിപ്പ്, ഇപ്പൊ ഇടാൻ സമയമില്ല. മറുപടി എന്റെ കയ്യിലുണ്ട്, ആ ക്ലിപ്പ് ഇപ്പൊ ഇടാൻ സമയമില്ല. അതാ രസം. എല്ലാ ക്ലിപ്പ് ഇടാൻ അവർക്ക് സമയമുണ്ട്, ഇയാളെ ക്ലിപ്പ് ഇടാൻ സമയമില്ല. വാസ്തവത്തിൽ എന്താ സംഭവിച്ചതെന്നറിയോ? ഒരു മുസ്ലിയാരി എറണാകുളം ഭാഗത്ത് പോയിട്ട് പറഞ്ഞു അതൊക്കെ ഹിന്ദുക്കളാണെന്നാ പറഞ്ഞത്, 5 ലക്ഷം അല്ലാത്തവരൊക്കെ ഹജ്ജിനുള്ള ഹിന്ദുക്കളാണ്. അപ്പൊ ഹിന്ദുക്കളാണ് എന്നൊരു വാചകത്തിലില്ല എന്നാണ് അനസ് മൗലവി പറയാൻ വിചാരിച്ചത്. പക്ഷെ നാവിൽ വന്നു പോയത് മുശ്രിക്കുകളാണ് എന്നായിപ്പോയി. ആളൊട്ടിക്കിപ്പോ ആവേശം കണ്ടോ, ഹജ്ജിന് വരുന്ന ആളുകൾ മുഴുവൻ മുശ്രിക്കാണ്, ആര് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്ക, അങ്ങനെ വിശദീകരിക്ക. അതിനിടയ്ക്ക് ഇതിപ്പോ സാധാരണ പറയാൻ നാറ്റുനോട്ടിരുന്നൊരു ക്ലിപ്പ് കിട്ടി എന്നൊരു പാട്ട് പാടുന്നത് പോലെ മുസ്ലിയാക്കന്മാർക്ക് ഇപ്പൊ ഒരു പുതിയ ക്ലിപ്പും കൂടെ അതിന്റെ കൂട്ടത്തിൽ ചേർക്കാൻ. അതെന്തിനാ? അത് മുശ്രിക്ക് എന്നോ മുജാഹിദ് പറഞ്ഞിട്ടില്ല എന്ന് അനസ് മൗലവി. കണ്ടോ, പുതിയൊരു ക്ലിപ്പ് കൂടി. അനസ് മൗലവി പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്ത് എന്തേ മുസ്ലിയാക്കന്മാര് മറുപടി പറയാതിരുന്നത്? ഏത് നാട്ടിൽ വെച്ചാണ് അനസ് മൗലവി അത് പറഞ്ഞത്? ആ നാട്ടിൽ എന്തേ മുസ്ലിയാക്കന്മാരെ പിന്നെ കണ്ടില്ല? എന്താ കാര്യം അറിയോ? ആ പ്രഭാഷണം നടക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്തിന് മുസ്ലിയാർ വന്നിട്ട് സക്കറിയ എഴുതിയൊരു ലേഖനം, മാതൃഭൂമിയിൽ വന്നൊരു ലേഖനം, ആ ലേഖനം എടുത്തു വെച്ചിട്ട് മുസ്ലിയാരെ നീണ്ടൊരു പ്രഭാഷണം. എന്നിട്ട് എന്താ പറഞ്ഞത്? കണ്ടോ, സക്കറിയ അന്ന് സൗദി അറേബ്യയിൽ പോയിട്ട് സക്കറിയക്ക് പോലും മനസ്സിലായി അവിടേക്ക് ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, ബോർഡ് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് സക്കറിയക്ക് പോലും മനസ്സിലായി. പക്ഷേ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം മുജാഹിദ് നേതാവ്, അയാൾ പ്രസംഗിക്കുകയാണ് അവിടെ ഹജ്ജിന് വരുന്നവർ ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങൾ 5% ഉണ്ടാവുള്ളൂ, 5 ലക്ഷം മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഹിന്ദുക്കളാണെന്ന് ഒരു പണ്ഡിതൻ പറയുന്നു. മുജാഹിദ് നേതാവ് പറയുന്നു. മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലിപ്പ് പ്രഭാഷണത്തിൽ ഈ രൂപത്തിലുള്ള പലവിധ ആരോപണങ്ങളും ഉന്നയിച്ചതിന് 1, 2, 3, 4 1 by 1 ആയി മറുപടി പറഞ്ഞ അവസാനം ഇവിടെ ചില ആളുകൾ കളിച്ചതുപോലെ ഇവിടെയും ചില ആൾക്കാർ കളിച്ചല്ലോ. ഓരോരുത്തർക്ക് 1 മണി വരെ, 2 മണി വരെ, 3 മണി വരെയൊക്കെ പ്രസംഗിക്കാം. പക്ഷെ മുജാഹിദില് പരിപാടി വെച്ചാൽ 10 മണിക്ക് അവസാനിപ്പിച്ചോണം. ആ രൂപത്തിലുള്ള മുജാഹിദികളുടെ ശബ്ദം കേട്ടാൽ നെഞ്ചകം വിറക്കുന്ന ചില കോമുണ്ടല്ലോ, ആ രൂപത്തിലുള്ള കോമോടാണ് ഈ 10 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കണം. മര്യാദ ഞങ്ങൾ പാലിച്ചു. 10 മണിക്ക് പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവസാനമായി ആ ഭാഗം കൂടി വിശദീകരിക്കണമെന്ന നിലക്ക് ആ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം ഞാൻ പറഞ്ഞു. മുജാഹിദ് ബാലുശ്ശേരിയുടെ പേരുള്ള ഈ ആരോപണം അവർ പറഞ്ഞപ്പോ ഹിന്ദുക്കൾ അവിടെ ഹജ്ജിന് വരുന്നു എന്ന പ്രയോഗം മുജാഹിദ് പറഞ്ഞിട്ടില്ല, ഹിന്ദുക്കൾ എന്നൊരു വാചകം അതിൽ അവിടെ ഇല്ല എന്ന് പറഞ്ഞെടുത്ത് മുസ്ലിയാക്കന്മാർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്തായി? അത് മുശ്രിക്കുകൾ എന്നായിപ്പോയി. ഹിന്ദുക്കൾ എന്ന് പറയേണ്ടടുത്ത് മുശ്രിക്കുകൾ എന്നൊരു വാചകം അതിലില്ല. ഈ വാചകം എടുത്ത് ക്ലിപ്പാക്കിയിട്ട് ഇപ്പൊ അതിട്ടിങ്ങനെ മുസ്ലിയാക്കന്മാർ വരച്ച. ഇതാണ് മുസ്ലിയാക്കന്മാരുടെ സ്വഭാവം.